എല്ലാവർക്കും നമസ്കാരം. പ്രമേഹത്തെക്കുറിച്ച്, ഡയബറ്റിസിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതെങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ നമ്മുടെ വരുതിയിൽ നിർത്താം, അതിലേക്കുള്ളൊരു വഴികാട്ടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ, നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ട്രെയിനറായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. സുന്ദരം മന സ്വസ്ഥ ശരീരേ വസതി. അതായത് ആരോഗ്യമുള്ളൊരു മനസ്സിനിരിക്കാൻ ആരോഗ്യമുള്ളൊരു ശരീരം വേണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതെന്തിനാണ് പറയുന്നതെന്ന്, അല്ലേ? കാരണം പ്രമേഹത്തെ നേരിടാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഈ പുരാതനമായ അറിവാണ്. എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ദൃഢനിശ്ചയത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രമേഹം എന്നത് നമ്മുടെ ഒരു പരാജയമല്ല, അത് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നു. പുരാതന ഭിഷഗ്വരനായ ചരകൻ എന്താ പറഞ്ഞതെന്ന് കേൾക്കണോ? സുഖമായി ഒരിടത്ത് തന്നെ ഇരിക്കാനുള്ള ഇഷ്ടം, ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത്, പിന്നെ ചിലതരം ഭക്ഷണരീതികൾ, ഇതൊക്കെ പ്രമേഹത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം അന്നേ പറഞ്ഞു വച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി ഇതിനെന്തുമാത്രം ബന്ധമുണ്ടല്ലേ? അപ്പോ ഇവിടെയാണ് ആ വലിയ ചോദ്യം വരുന്നത്. നമ്മൾ ഈ പുരോഗതി എന്നൊക്കെ പറയുന്ന ഈ സുഖസൗകര്യങ്ങൾ, അത് തന്നെയാണോ നമ്മുടെ അസുഖങ്ങൾക്ക് കാരണം? നമ്മുടെ ആരോഗ്യത്തെ പിന്നോട്ട് വലിക്കുന്നത് ഈ കംഫർട്ടാണോ? ഒരു നിമിഷം നമുക്കിതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് ആലോചിക്കാം. ശരി, ഇനി നമുക്ക് പ്രമേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയങ്ങ് പൊളിച്ചെഴുതാം. എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇതിലെ യഥാർത്ഥ വില്ലൻ പഞ്ചസാര മാത്രമല്ല. അപ്പൊ പിന്നെ ആരാണ് ആ ശരിക്കുള്ള വില്ലൻ? നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രമേഹം ഒരു പഞ്ചസാര രോഗമല്ല, അതൊരു ഹോർമോൺ രോഗമാണ്. അതെ, നമ്മുടെ ശരീരത്തിലെ ഒരു പ്രത്യേക ഹോർമോണിന്റെ പ്രവർത്തനത്തിൽ വരുന്ന തകരാറാണ് യഥാർത്ഥ പ്രശ്നം. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു സിമ്പിൾ ഉദാഹരണമെടുക്കാം. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന ഹോർമോണില്ലേ, അതിനെ ഒരു ട്രാഫിക് പോലീസുകാരനായിട്ട് സങ്കൽപ്പിക്കുക. രക്തത്തിൽ ഒഴുകി നടക്കുന്ന ഷുഗറിനെ കറക്റ്റ് സ്ഥലത്തേക്ക്, അതായത് നമ്മുടെ കോശങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതാണ് ഈ പോലീസുകാരന്റെ ജോലി. അപ്പോ രക്തത്തിലുള്ള പഞ്ചസാരയോ? അതൊക്കെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാണെന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരത്തിന് ഊർജം കിട്ടണമെങ്കിൽ ഈ വാഹനങ്ങളെല്ലാം കോശങ്ങൾ എന്നു പേരുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ എന്താണ് പ്രമേഹം? സിമ്പിളായി പറഞ്ഞാൽ അതൊരു ട്രാഫിക് ജാമാണ്. ഇൻസുലിൻ എന്ന ട്രാഫിക് പോലീസ് സിഗ്നൽ കാണിക്കുന്നുണ്ട്, വണ്ടി മുന്നോട്ടെടുക്ക്, പാർക്കിങ്ങിലേക്ക് പോകൂ എന്ന്. പക്ഷെ കോശങ്ങളാകുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ ഈ സിഗ്നൽ മൈൻഡ് ചെയ്യുന്നില്ല. ഫലമെന്താ? പഞ്ചസാരയാകുന്ന വാഹനങ്ങളെല്ലാം രക്തത്തിൽ, അതായത് റോഡിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ ടൈപ്പ് 2 പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ഇൻസുലിൻ ഉണ്ടാക്കുന്ന നമ്മുടെ ബീറ്റാ സെല്ലുകളുടെ 50 മുതൽ 70% വരെ പ്രവർത്തനം നിലച്ചിട്ടുണ്ടാകാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഒരു നിമിഷം പോലും വൈകാതെ ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടത് ഇത്ര അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്. ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്. ഇൻസുലിൻ എടുത്താൽ കിഡ്നി അടിച്ചുപോകും, ഇത് ചികിത്സയുടെ അവസാനത്തെ സ്റ്റേജാണ്, തുടങ്ങിയാൽ തന്നെ ജീവിതകാലം മുഴുവൻ എടുക്കണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം വെറും തെറ്റിദ്ധാരണകളാണ്. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ളൊരു ഹോർമോൺ മാത്രമാണ്. അത് എടുക്കാൻ വൈകുന്നതാണ് യഥാർത്ഥ അപകടം. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം. പ്രമേഹത്തെ നമ്മുടെ വരുതിയിൽ നിർത്താൻ സഹായിക്കുന്ന 10 തൂണുകൾ അല്ലെങ്കിൽ 10 പില്ലേഴ്സ് ഉണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ തിരികെ പിടിക്കാനുള്ളൊരു ബ്ലൂ പ്രിന്റായിട്ട് തന്നെ കണക്കാക്കാം. ഈ 10 തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 2 നല്ല ഭക്ഷണവും കൃത്യമായ വ്യായാമവുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ തരുന്ന മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുക, വീട്ടിൽ തന്നെ ഷുഗർ ഇടയ്ക്ക് പരിശോധിക്കുന്നത്, പിന്നെ ശരീരഭാരം കൺട്രോളിൽ വയ്ക്കുക. ഇതും കഴിഞ്ഞാൽ നമ്മുടെ മാനസികാരോഗ്യമാണ്. സ്ട്രെസ് കുറയ്ക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങൾ ഒഴിവാക്കുക. അവസാനമായി നമ്മുടെ പാദങ്ങൾ ശ്രദ്ധയോടെ സംരക്ഷിക്കുക, കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുക. ഈ 10 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് ശരിയായ കൺട്രോൾ കിട്ടുന്നത്. അപ്പോൾ ഈ 10 കാര്യങ്ങളും ഒരുപോലെ പ്രധാനമാണ്, സംശയമൊന്നുമില്ല. എന്നാലും നമുക്ക് തുടങ്ങാൻ ഏറ്റവും ശക്തമായ 2 ആയുധങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഏതൊക്കെയാണെന്നോ? ഭക്ഷണവും വ്യായാമവും. ഇവ രണ്ടും നമ്മൾ ശരിയാക്കിയാൽ ഈ യുദ്ധം നമ്മൾ പകുതി ജയിച്ചു എന്ന് തന്നെ പറയാം. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ 2 വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന് ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ GI, അതായത് ഒരു ഭക്ഷണം കഴിച്ചാൽ എത്ര പെട്ടെന്നാണ് ബ്ലഡ് ഷുഗർ കൂടുന്നത് എന്നതിൻ്റെ കണക്ക്. രണ്ടാമത് ഗ്ലൈസെമിക് ലോഡ് അല്ലെങ്കിൽ GL. ഇത് കുറച്ചുകൂടി പ്രധാനമാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ അതാകെ മൊത്തം എത്രത്തോളം ഷുഗർ കൂട്ടുന്നു എന്നത്. അപ്പോൾ വേഗത മാത്രമല്ല, അളവും പ്രധാനമാണ്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് ക്ലിയറാകും. തണ്ണിമത്തനെടുക്കാം. അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് ഷുഗർ കൂടുന്നതിന്റെ വേഗത കുറച്ച് കൂടുതലാണ്. പക്ഷേ തണ്ണിമത്തനിൽ ഭൂരിഭാഗവും വെള്ളമല്ലേ? അതിലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ ചെറിയൊരു കഷ്ണം കഴിച്ചാൽ അതിന്റെ ഗ്ലൈസിമിക് ലോഡ് വളരെ കുറവായിരിക്കും. കണ്ടോ? അപ്പോൾ അളവാണ് ഇവിടത്തെ താരം. ഷുഗർ പെട്ടെന്ന് കൂടുകയും താഴെയും ചെയ്യാതിരിക്കാൻ ഒരു കിടിലൻ ടെക്നിക്കുണ്ട്. അതാണ് സ്പ്ലിറ്റ് മീൽ തെറാപ്പി. അതായത് 3 നേരം ഒരുപാട് കഴിക്കുന്നതിനു പകരം ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും കുറച്ചായി ഭക്ഷണം കഴിക്കുക. ഇതിനൊരു കാരണമുണ്ട്. നിങ്ങൾ രാവിലെ 8 മണിക്ക് മരുന്ന് കഴിച്ചാൽ അതിന്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഏകദേശം 11 മണിക്കായിരിക്കും. ആ സമയത്ത് വയറ്റിൽ ഭക്ഷണമുണ്ടെങ്കിൽ ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകുന്നത് ഒഴിവാക്കാം. ഇത് ഷുഗർ ലെവൽ ഒരുപോലെ നിർത്താൻ ഒരുപാട് സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സൂപ്പർ പവറിലേക്ക് വരാം: വ്യായാമം. അതിന്റെ ശക്തി എന്താണെന്ന് ഈയൊരു വാചകത്തിൽ പറയുന്നുണ്ട്. ഇൻസുലിൻ തുറക്കാൻ കഴിയാതെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കാനുള്ള ഒരേയൊരു താക്കോല് ചലനമാണ്. എന്താണീ പറയുന്നതിന്റെ അർത്ഥം? പറഞ്ഞുതരാം. ഇതൊരു മാജിക് പോലെയാണ്. നമ്മൾ വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇൻസുലിൻ എന്ന താക്കോലിന്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ പേശികളിലുള്ള ചില വാതിലുകൾ അങ്ങ് തുറക്കും. GLUT4 എന്നൊരു പ്രോട്ടീനാണ് ഈ പണി ചെയ്യുന്നത്. ഈ വാതിലുകൾ തുറന്നാലോ, രക്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പഞ്ചസാര മുഴുവൻ പേശികൾ ഊർജ്ജത്തിനായി ഉള്ളിലേക്ക് വലിച്ചെടുക്കും. സിമ്പിളായി പറഞ്ഞാൽ ട്രാഫിക് ജാം ക്ലിയർ. അപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. പക്ഷെ ഈ അറിവ് വെറുതെ കേട്ടിട്ട് ഒരു കാര്യവുമില്ല, അല്ലേ? ഇത് പ്രവൃത്തിയിലേക്ക് മാറ്റണം. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യമാകുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ഒരു കാര്യം കൂടി ഓർക്കണം: പ്രമേഹത്തിനുള്ള ചികിത്സ എല്ലാവർക്കും ഒരുപോലെയല്ല. കുട്ടികളിലാണെങ്കിൽ അവരുടെ സാധാരണ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. പ്രായമായവരിലാണെങ്കിലോ ഷുഗർ ഒരുപാട് കുറഞ്ഞു പോകാതെ അവരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം. ഗർഭകാലത്താണെങ്കിലോ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ആരോഗ്യം ഉറപ്പാക്കണം. അപ്പോൾ ചികിത്സ എപ്പോഴും ഓരോ വ്യക്തിക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ തുടങ്ങിയത് എവിടെയാണോ നമുക്കവിടെ തന്നെ അവസാനിപ്പിക്കാം. ആ പഴയ വാക്കുകളിൽ. നിങ്ങളുടെ രോഗം ഭേദമാക്കാൻ നിങ്ങളാദ്യം ദൃഢനിശ്ചയം ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്കതിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. കണ്ടോ? എല്ലാം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്, നമ്മുടെ തീരുമാനത്തിൽ നിന്നാണ്. ഇതൊരു വലിയ മല കയറുന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ദേ നോക്കൂ, ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ പ്ലാൻ. ഒരു ചെറിയ ചാർട്ട്. ഇന്ന് നടന്നോ? ടിക്ക് ചെയ്യുക. മരുന്ന് കഴിച്ചോ? ടിക്ക് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കുടിച്ചോ? പാദങ്ങൾ പരിശോധിച്ചോ? ഓരോ ടിക്ക് മാർക്കും ഓരോ വിജയമാണ്. ഓരോ ചെറിയ ചുവടുമാണ് പ്രധാനം. അപ്പോൾ നിങ്ങളുടെ യാത്ര ഇപ്പോൾ ഈ നിമിഷം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ പേഴ്സണൽ ട്രെയിനറെ ഉണർത്താൻ സമയമായി. ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ആദ്യത്തെ ഏറ്റവും ചെറിയ ചുവട് എന്തായിരിക്കും? ഒന്നാലോചിക്കൂ. ഒരു തീരുമാനമെടുക്കൂ. എന്നിട്ട് അത് ചെയ്യൂ.